വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കു പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് പകൽ മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. സ്വർഗം തൊടുന്ന ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വിലയേറിയ വാഗ്ദത്തങ്ങൾ, അതിനകത്ത് ദൈവത്തിൻ്റെ വിശ്വസ്തത ഈ പകൽ, ഈ പ്രഭാതത്തിൽ വെളിപ്പെടുത്തി ജീവിതത്തെ ധന്യമാക്കുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. ഈ പകൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്ന ദൂത് 2 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 4 അധ്യായം 7 ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെടുത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രഭാതത്തിൽ അതിൻ്റെ വ്യാഖ്യാനമോ അതിൻ്റെ ആഴങ്ങളോ ഒന്നുമല്ല വെളിപ്പെടുത്തുന്നത്. അതിൻ്റെ പദങ്ങൾ, ആ വാക്കുകൾ നമ്മുടെ ജീവിതത്തോട് പരിശുദ്ധാത്മാവ് കൊണ്ടുവരികയാണ്. ഇന്ന് ദൈവത്തിൻ്റെ ദൂത് അതിനകത്തുനിന്ന് വിശദീകരിക്കുന്നത് ജയവും സ്വസ്ഥതയും തരുന്ന ദൈവം. ജയവും സ്വസ്ഥതയും തരുന്ന ദൈവം. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ആ വിഷയത്തിന്മേൽ ജയവും സ്വസ്ഥതയും കർത്താവ് കൽപ്പിക്കാൻ പോവുക, ദൈവം തരാൻ പോവുക. ഇത് പൗലോസ് പറയുമ്പോൾ തൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരു ജയത്തിൻ്റെ സന്തോഷമുണ്ട്. ഞാൻ ഓടി. അനേകർ ഓടുന്നു, എന്നാൽ പലരും പരാജയപ്പെടുമ്പോൾ പൗലോസിന് പറയാൻ പറ്റും, ഞാൻ ഓടി ജയിച്ച ഒരു സന്തോഷത്തിലാണ് എൻ്റെ ഹൃദയമായിരിക്കുന്നത്. ഈ പകൽ ദൈവത്തിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ പൈതലെ, മാനുഷികമായ ചില കാര്യങ്ങളുടെ മേൽ നമ്മുടെ ശ്രമങ്ങൾ, നമ്മുടെ പരിശ്രമങ്ങൾ, അതിനായിട്ടുള്ള അധ്വാനങ്ങൾ, ആ കാര്യത്തിനായിട്ടുള്ള ഓട്ടം, അത് പരിശുദ്ധാത്മ പറയുന്നു, അതിനകത്ത് ഒരു ജയം തരാൻ പോവുക, അതിനകത്ത് ഒരു സ്വസ്ഥത തരാൻ പോവുക. ആ നിലവാരത്തിലാണ് ദൈവത്തിൻ്റെ കരമിറങ്ങാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം കടന്നു വരുമ്പോൾ അതിനെ പരിഹരിക്കാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ വളരെ ഓടുമായിരുന്നു. നമ്മൾ പലപ്പോഴും പറയുന്നൊരു വാക്കാണ്, ആ ജോലിക്ക് വേണ്ടി, ആ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നടക്കുമ്പോൾ, അതിൻ്റെ പിന്നാലെ പുറപ്പെടുമ്പോൾ, കാണേണ്ട വ്യക്തികളെ കാണുമ്പോൾ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നൊരു വാക്കാ ഓട്ടമെന്ന്. നമ്മൾ ഓടുക, അതിനായിട്ട് ഞാൻ ഓടുമായിരുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പൈതലെ അതുപോലെ തന്നെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു. ഈ നാളുകളിൽ ആ വിഷയത്തിനായി ഓടുന്നൊരനുഭവമല്ലേ, പരിശ്രമിക്കുന്നൊരനുഭവമല്ലേ, അതിനകത്ത് അധ്വാനിക്കുന്നൊരനുഭവമല്ലേ. ദൈവത്തിൻ്റെ ദൂതിത അതിനകത്ത് ജയം തരാൻ പോവുക, പരാജയമല്ല. ആ വിഷയത്തിനായി ഇത്രയും ഓടിയിട്ട്, ഇത്രയും ശ്രമിച്ചിട്ട് അത് പരാജയപ്പെട്ടു പോകത്തില്ല, അത് അസ്തമിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അതിനകത്ത് ജയം ദൈവം കൽപ്പിക്കുന്നു. ഇനി ആ വിഷയത്തിന് മറുപടി കർത്താവ് തന്നു കഴിയുമ്പോൾ ഹൃദയത്തിൽ ഒരു സ്വസ്ഥത, ആ വിഷയത്തിൽ ജയവും ഹൃദയത്തിൽ സ്വസ്ഥത ദൈവം കൽപ്പിക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ഈ പകൽ ദൂത് ഏറ്റെടുക്കട്ടെ. പരിശുദ്ധാത്മ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി. ആ വിഷയത്തിനായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും, ആ വിഷയത്തിനായിട്ട് ജാഗരിക്കുമ്പോഴും, ആ വിഷയത്തിനായിട്ട് ഞാൻ ശ്രമിക്കുമ്പോഴും എനിക്ക് എതിർപ്പുകൾ ഒരുപാടുണ്ട്, എതിരാളിയുണ്ട്. മനസ്സിനെ തളർത്തുക, മനസ്സിനെ ക്ഷീണിപ്പിക്കുക നോക്കുന്ന എതിരാളികളുണ്ട്. എന്നാൽ അതിനെ തരണം ചെയ്ത് മുന്നേറുന്ന നിലവാരത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചില്ലേ? പലരും നടക്കത്തില്ലെന്ന് പറഞ്ഞു, വ്യക്തികളെ ശത്രു കരങ്ങളിൽ ഉപയോഗിച്ചു. ഇനി അത് നടക്കത്തില്ല. വെറുതെ അതിനായിട്ട് ഓടുന്ന, വെറുതെ അതിനായിട്ട് പരിശ്രമിക്കുന്ന, ഇങ്ങനെ നിരാശപ്പെടുത്തുക, മനസ്സിനെ കീഴ്പ്പെടുത്തുക, മനസ്സിനെ തളർത്തിക്കളയുക, ആ വാഗ്ദത്തങ്ങളിൽ നിന്ന് പിന്തിരിക്കുക. വ്യക്തികളെ ശത്രു കരങ്ങളിലെടുത്തപ്പോഴും ദൈവത്തിൻ്റെ പൈതലേ, ആ വിഷയത്തിനായി ജാഗരിച്ചില്ലേ? ആ വിഷയത്തിനായി പ്രാർത്ഥിക്കുന്നില്ലേ? അതിൻ്റെ അർത്ഥം ആ വിഷയത്തിൽ ഒരു ജയമുണ്ട്. ആ വിഷയത്തിൽ ഒരു ജയം ദൈവം കൽപ്പിക്കാൻ പോവാ. ആ വിഷയത്തിൽ ദൈവം സ്വസ്ഥത കൽപ്പിക്കാൻ പോവാ. അപ്രകാരം ദൈവത്തിൻ്റെ പദ്ധതി ഇതാ വെളിപ്പെട്ടു വരുന്നു. വചനം പറയുന്നു, വിശ്വാസം ഞാൻ കാത്തു, വിശ്വാസം കാത്തു. ദൈവത്തിൻ്റെ പൈതലേ, ആ പ്രശ്നത്തിൻ്റെ നടുവിൽ, ആ വിഷയത്തിൻ്റെ നടുവിൽ ഇന്നും വിശ്വാസം പോകാതിരിക്കുമല്ലേ? എൻ്റെ കർത്താവ് തരും.
നാളുകളായി, മാസങ്ങളായി അമ്മേ കാലതാമസം വന്നു, കാലപ്പഴക്കമുണ്ടായി. എങ്കിലും ഇന്ന് പകൽ അത് വിശ്വാസത്തോടെയല്ലേ ആ വിഷയത്തിനായിട്ടിരിക്കുന്ന വിശ്വാസം പോകാതെ വിശ്വാസം കാത്തു. ദൈവത്തിൻ്റെ പൈതലേ, ആ മേഖലയിൽ പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. വിശ്വാസം സൂക്ഷിക്കുന്ന, ആ വിഷയത്തിനുള്ള വിശ്വാസം കാക്കുന്ന, ആ വിഷയത്തിനുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ അതിൻ്റെ ഓട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജയം തരാതിരിക്കത്തില്ല, സ്വസ്ഥത തരാതിരിക്കത്തില്ല. ഇന്ന് പകൽ ദൂത് ഏറ്റെടുക്കട്ടെ, കർത്താവിൻ്റെ വചനം വിശ്വസിക്കട്ടെ. എതിർപ്പുകളും എതിരാളികളും എഴുന്നേൽക്കുമ്പോഴും, ജാഗരിക്കുമ്പോഴും, പ്രാർത്ഥിക്കുമ്പോഴും, വിശ്വസിക്കുമ്പോഴും അതിനായിട്ടുള്ള പരിശ്രമവും ദൈവത്തിൻ്റെ പൈതലേ അത് ജയത്തിലേക്ക്. ഇന്ന് പല കുടുംബങ്ങളോട്, പല ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ആ വിഷയത്തിൽ എനിക്കൊരു ജയമുണ്ട്, ആ വിഷയത്തിൽ ദൈവം എനിക്ക് സ്വസ്ഥത തരും, ദൈവം എനിക്ക് അതിൻ്റെ ഫലം തരും. ഞാൻ ഓടിയതിൻ്റെ ഫലം ദൈവത്തിൻ്റെ പൈതലേ അത് ഈ ദിവസങ്ങളിൽ കാണാൻ പോവുക. ഇന്ന് പകൽ ശക്തമായി ദൂതേറ്റെടുത്തു. ആ വിഷയത്തിൽ എനിക്ക് ജയമുണ്ട്, ആ വിഷയത്തിൽ എൻ്റെ ദൈവം എനിക്ക് സ്വസ്ഥത തരും, ആ വിഷയത്തിൽ ഞാൻ സമാധാനപൂർണമായി ഇരിക്കാൻ പോകും. ആ നിലയിലാണ് ദൈവത്തിൻ്റെ കരമിറങ്ങുന്നു, ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെട്ടു വരാൻ പോകുന്നു. ദൈവം സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കുക. സ്നേഹവാന ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, എന്ന് കേൾപ്പിച്ച ദൂതനായി സ്തോത്രം, ആലോചനയ്ക്ക് സ്തോത്രം. ജനത്തെ സഹായിക്കണം, അവരുടെ അവസ്ഥയെ സാഹചര്യങ്ങൾ വേണ്ട മേൽ കർത്താവേ വളരെ പരിശ്രമിക്കുക. ഓടുക വിഷയത്തിനായി ദൈവമേ, ഇന്ന് കേൾപ്പിച്ചതുപോലെ വിശ്വാസമുണ്ട് അതിനകത്ത് എതിർപ്പുകൾ നടുവിലും പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ. അതിനായിട്ട് ശ്രമങ്ങളുണ്ട്. അതിനകത്ത് ഇന്ന് കേൾപ്പിച്ച ദൂതുപോലെ ഒരു ജയം സ്വർഗം കൽപ്പിക്കാൻ പോകുന്നതിന്, ഞങ്ങളുടെ ദൈവം കൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.